അപ്പോൾ മച്ചാമാരെ ഞങ്ങൾ ഇന്ന് പോണത് ബിയർ ഗാർഡനിലോട്ടാണ് ഉണ്ടായ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബിയർ ഗാർഡനിലോട്ടാണ് പോണത്. പക്ഷേ ബിയർ ഗാർഡൻ്റെ അടിയിൽ ഇസാറ് നദിയുണ്ട്. അപ്പോൾ അവിടെ കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ ബിയർ ഗാർഡൻ കാണിച്ചു തരാം. ജർമ്മനിയില്ല എൻ്റെ മുടി ഇച്ചിരി സീരായിട്ടിരിക്കേണ്ട, ആർക്കൊന്നും തോന്നരുത്. കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സമ്മറായിരിക്കണ കാരണം ആൾക്കാരൊക്കെ വെള്ളത്തിൽ ചാടാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സൊക്കെ ഉരുട്ടിട്ട് എല്ലാവരും സൺ ബാത്ത് ചെയ്യുകയാണ് ഗൈസ്. കണ്ട ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഇവിടെ രണ്ടുപേരുള്ളൂ. ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആൾക്കാർ ചിക്കൻ ഗ്രില്ലടിച്ചിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കും. അങ്ങനെയുള്ള 2 നേരമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സൺ ബാത്ത് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ളൊരു നദിയാണ് ഈ സാറെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഈ നദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അലക്സും കൂടി ഒരു പ്രാവശ്യം സൈക്കിൾ ഓട്ടിയിട്ട്. അപ്പം വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ അല്ല, ഇവിടെ നിന്നൊരു അതെ സെയിം നദി തന്നെ അപ്പുറത്തായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല വെയിലാണ്. വെയിലായിരുന്നു. ഇവിടുത്തെ സായിപ്പുമാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ഇവർ സൺ ബാത്ത് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ വന്നിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ പരമാവധി നൈസായിട്ടുള്ള തുണി ഇട്ടുണ്ടാ വന്നിരിക്കണം. നിക്കറെങ്കിൽ നിക്കറ്, ഇടാൻ പറ്റാത്തൊരു തുണി ഇടാതെ നിൽക്കുന്നത്. അതെ അതെ. നമ്മളിവിടെ ജാക്കറ്റൊക്കെ ഇട്ട് ഷൂവും സോക്സും എല്ലാവരും നമ്മളൊരുമാതിരി ബംഗാളികൾ നോക്കുന്നവരെല്ലാം അങ്ങനെയല്ല. ഇന്ത്യയിലാകുമ്പത്തിന് ഭയങ്കര വെയില്, നമുക്ക് വെയിലിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ ഇവർക്ക് വല്ലപ്പോഴും ഇവിടെ വെയിൽ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഭയങ്കര താല്പര്യമാണ് വെയിലിനോട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത്. നമ്മ കാണാത്തൊന്നുമല്ലല്ലോ ഗൈസ് വെയില്. ഇവർക്ക് അങ്ങനെയല്ലല്ലോ. ഇവരിടക്കിടക്കല്ലേ കാണുന്നുള്ളൂ. അതിൻ്റെതായ ഒരു ആക്രാന്തം ഉണ്ട് ഇവർക്ക്. അപ്പം ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ 2-3 ദിവസമായിട്ട് ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നദിയൊക്കെ ആകെ മരച്ച് കിടക്കണം. എന്നാലും അത് കയറി കുളിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ വെള്ളം നല്ല തണവാണ്. പക്ഷെ എന്നാലും വന്നിട്ട് ഇറങ്ങി കുളിക്കണൊക്കെ ഉണ്ട് ആൾക്കാർ. കുളിക്കാൻ മാത്രം ആക്ച്വലി വെള്ളം ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം മുട്ടപ്പം വെള്ളമൊക്കെ ഉള്ളൂ മാക്സിമം. അങ്ങനെയല്ല, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ ഇറങ്ങി നോക്കി, വെള്ളത്തിന് നല്ല തണുപ്പാണ് അടിയിൽ. വെള്ളം നല്ല മരച്ചിറക്കണം. എന്നാലും അത് ഇറങ്ങി കുളിക്കണമാര് അതൊന്നും നോക്കണില്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ. പിള്ളേരൊക്കെ ഇറങ്ങിയിട്ട് പിള്ളേരൊക്കെ കുളിച്ചോണ്ടിരിക്കുകയാണ്.